എന്റെ വിദ്യാർത്ഥിനികൾ കേൾക്കണേ. സ്കൂളിലെ 8ാം ക്ലാസ് മുതൽ അങ്ങ് മേലോട്ട് പഠിക്കുന്നവർ നിർബന്ധമായി ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണേ. ഗുറബ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആണും പെണ്ണും ഒരു ക്യാമ്പസിലാവട്ടെ, ഒരു മഹല്ലിലാവട്ടെ, അയാൾ ഒറ്റപ്പെട്ടതുപോലെ ആ കുട്ടി ഒറ്റക്കാണ് ജീവിക്കുന്നത് എന്ന തോന്നൽ വരും. എന്തേ? എല്ലാവർക്കും ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും ഉണ്ട്, എനിക്കത് വേണ്ട. എനിക്കെന്റെ വിവാഹം നടക്കുമ്പോ എന്റെ കുടുംബവും എന്റെ മാതാക്കളും എന്റെ പിതാക്കളും അവരൊക്കെ തൃപ്തിയോടെ സന്തോഷത്തോടെ എന്നെ കൈപിടിച്ച് ഒരു ചെറുക്കന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നവരെ എന്റെ സൗന്ദര്യമോ എന്റെ ശരീരമോ ഒരാൾക്കും തൊടാനോ പരസ്യപ്പെടുത്താനോ ഉള്ളതല്ല എന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയെ കൂടുള്ള ആളുകൾ വിചിത്രമായ ഒരു പെണ്ണായി കാണുന്ന ഒരു കാലം. ബോയ്സ് മുഴുവൻ അവർക്കൊക്കെ ഗേൾ ഫ്രണ്ട്സ് ആണ്. അവർ രാത്രി ഫോണിന്റെ കയ്യിൽ വിളിക്കുന്നു, പോകുന്നു, വരുന്നു, കാണുന്നു. ഒന്നും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഒരു മാതാവിനും പിതാവിനും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കുട്ടി അങ്ങനെ വിചാരിക്കുകയാണ്, എനിക്കങ്ങനെ ഗേൾ ഫ്രണ്ട് പറ്റൂലല്ലോ റബ്ബേ, എനിക്കത് പാടില്ലല്ലോ. ഒരു അന്യ പെണ്ണുമായുള്ള ബന്ധം പോലെ അഡൽറ്റുകളായി കഴിഞ്ഞാൽ സ്കൂളിലും ക്യാമ്പസിലുമാണെങ്കിലും നിങ്ങൾ അഡൽറ്റുകളാണ്. എന്തല്ല, കുട്ടികളല്ല. പ്രായപൂർത്തിയായില്ലേ? മിനിമം നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു മിക്സ്ഡ് ക്ലാസ് റൂമിലാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടി വന്നത്. അവിടെ ആവശ്യമായ അക്കാഡമിക് കോൺവെർസേഷൻ അപ്പുറത്തേക്ക് ഒരു ഹാങ് ഔട്ട് പറ്റൂല മക്കളെ, നമുക്ക് പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ഇഷ്ടമാണ്, നമ്മുടെ സൊസൈറ്റിക്ക് അത് ഇഷ്ടമാണ്, നമ്മുടെ കൂടെ കൂടുന്ന ആളുകൾ മുഴുവനും അതാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അള്ളാഹുവിന് അത് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയുന്ന മക്കളായി നമ്മുടെ മക്കൾക്ക് നിൽക്കുമ്പോ ഗുറബാ, അവരൊക്കെ വിചിത്രം. അല്ലടോ നീ ആണെന്നല്ലേ, അല്ല നീ മറ്റേ ട്രാൻസിൽപ്പെട്ട ആളാണോ ചോദ്യം വരും.